പടവ് 2026 ഡയറി എക്സ്പോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ആശ്രമ മൈതാനത്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു പ്രോഗ്രാമാണ്, എല്ലാവരും വന്ന് കാണണം. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ എല്ലാവരും വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ക്ഷീര കർഷകർക്ക് കൂടിയുള്ളൊരു സപ്പോർട്ട് കൂടിയാണിത്. നമുക്ക് ക്ഷണം കിട്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം നമ്മളുടെ സ്റ്റോളും കാര്യങ്ങളൊക്കെ കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. ഇതിൽ തന്നെ താണ്ട് നമ്മളെ പശുക്കുട്ടി, പിന്നെ പാലൊക്കെ പിഴിഞ്ഞുകൊണ്ട് പോകുന്ന ചേച്ചിയുടെയൊക്കെ നല്ല അടിപൊളി ഒരു സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ S9 ആട്ടോ നമ്മുടെ സ്റ്റോൾ വരുന്നത്. അത്യാവശ്യം പ്ലാന്റ്സ് കുറച്ചെല്ലാത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഫെല്ലോപ്സിസ്, ഡെൻഡ്രോബിയം, അതുപോലെ സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക്, കെമിക്കൽ, അങ്ങനെ പോട്ട്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരുന്നവർ നിരാശപ്പെട്ട് പോവല്ലോ, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പടവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആനയുടെ തലയോട്ടിയും ഇടുപ്പല്ലും ഒക്കെ നേരിട്ട് കണ്ടാലോ. അത് നോക്കി, ഒറിജിനൽ സാധനമാണ് ഇരിക്കുന്നത്. നമുക്കിതൊക്കെ എവിടെയെങ്കിലും പോയാൽ കാണാൻ പറ്റൂല. ഇങ്ങനെയുള്ള എക്സ്പോയിലൊക്കെ വന്ന കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയിട്ട് പല്ല് നോക്കി, ആനയുടെ പല്ലാണ് കേട്ടോ ഒറിജിനൽ സാധനം. നമുക്ക് തൊട്ട് നോക്കാം. ഇടുപ്പല്ല്, അതുപോലെ തൊടയുടെ എല്ലൊക്കെ ഉണ്ട് കേട്ടോ. മുയല്, അങ്ങനെ ഗിനിപ്പന്നി, അങ്ങനത്തെ എന്തൊക്കെ സാധനം എനിക്കറിയത്തില്ല പേര്. ഇതെന്തോടാ ഇത്? ഗിനിപ്പന്നിയാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഇവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ. അതിൽ ഫിഷിന്റെ പല വെറൈറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മളുടെ ഓരോ വിളകളെ ആക്രമിക്കുന്ന പെസ്റ്റിന്റെ ഓരോ ഡീറ്റെയിൽസ് ആട്ടോ ഇതിനകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടൊക്കെ ഉള്ളൊരു അവസരവും കൂടിയാണ് ഇത്. പ്ലാന്റ് ഡോക്ടർ. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും വരിക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് ഒക്കെ വരണം കേട്ടോ. അപ്പം എല്ലാവർക്കും നേരിട്ട് കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.